ഓക്കെ, നമുക്ക് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. സോൾവ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾ ഇൻറ്റഗ്രേഷനിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായതല്ലേ? പ്ലസ് ടുവിലല്ലേ നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രേഷൻ മാത്രമല്ല ഡിഫറൻസിയേഷനും എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഡയറക്റ്റ് മെത്തേഡ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. നോക്കാലോ. ആദ്യം എന്ത് ചെയ്യുക? തന്ന ഇക്വേഷൻ അങ്ങനെ എടുത്തെഴുതുക. അതായത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ ഞാൻ അങ്ങനെ എടുത്തെഴുതി. ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാട്ടെ. അവിടെ എന്താ ശരിക്കുള്ളത്? സെഡിന പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ചെയ്തിട്ടുമുണ്ട്, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോമാണ് എന്ത്? ഡോ സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആ സെഡ് എന്ന് പറയുന്ന വേരിയബിളിനാ എക്സ് വെച്ചിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ വെച്ചിട്ടും പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഓഫ് എക്സ് ആൻഡ് വൈൻ്റെ ഫോമാണുള്ളത്. അപ്പം നമുക്കിനി എന്താ റിമൂവ് ചെയ്യേണ്ടത്? ശരിക്കും ആ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈയും റിമൂവ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സെഡിൻ്റെ ടേമിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക റൂൾസിനനുസരിച്ച് റൈറ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഈ പറഞ്ഞതിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടോ? എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് പറഞ്ഞതിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ആരും തടവും മിണ്ടാത്തേ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഈ തന്ന ക്വസ്റ്റിൻ്റെ അകത്ത് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു ഫോം ഉള്ളത് കൊണ്ട് അതിനെ എനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് വൈ വെച്ചിട്ട് ഞാൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പാർഷ്യലിന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ക്ലിയർ ആണ്. അതിൻ്റെ ആ പാർഷ്യലി യൂസ് ചെയ്യാണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡ് നോക്കിയാട്ടെ. ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് അങ്ങ് പോകും. പിന്നെ എന്ത് മാത്രമേ ബാക്കി വരും? ലെഫ്റ്റ് സൈഡിൻ്റെ അകത്ത് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഫോമാണ് വരിക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ എന്താ മാറ്റം സംഭവിക്കുക? റൈറ്റ് സൈഡിൻ്റെ അകത്ത് എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ടേമാണ് ഉള്ളത്. അപ്പം വൈൻ്റെ ഒരു ടേം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വൈ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ആ വൈൻ്റെ ടേമിനാണ് ആദ്യം മാറ്റം സംഭവിക്കുക. എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യുക? അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ആ എക്സിനെ നമ്മൾ താഴെ അതുപോലെ എടുത്ത് റിപ്ലേസ് ചെയ്യുക. അതിനുശേഷം ആ വൈ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുക? വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എന്താ കിട്ടുക? ഓ എന്താ കിട്ടുക? വൈ റേസ് ടു 3/3. അപ്പം അതാ ഞാൻ അങ്ങനെ എടുത്തെഴുതി. ഇനി നമുക്ക് എന്താ പറയുക? ഇൻറ്റഗ്രേഷനകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും എന്ന് പഠിച്ചിട്ടില്ലേ? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ ചെറിയ ക്ലാസ്സിലല്ലോ? അങ്ങനെ ഒരു കോൺസ്റ്റന്റ് അവിടെ വരും. നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് മുന്നത്തെ ക്ലാസ്സിലെയോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെയോ പ്ലസ് ടുവിൻ്റെയോ ആ ടെക്സ്റ്റിൽ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി ബേസിക് ആയിട്ട് പഠിച്ചത് കൊണ്ടാണ് ഞാനിപ്പം ഡയറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഒരു കോൺസ്റ്റന്റ് അവിടെ വരുമെന്ന്. അപ്പം ഇവിടെ ഞാൻ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം വൈ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടുന്നത് സം ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ എക്സ് വെച്ചിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ഓഫ് വൈ ആയിട്ടാണ് വരിക. ഇവിടെ നോക്കിയാട്ടെ, ഞാൻ എക്സ് ഇൻറ്റു വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഈ ഒരു ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത സമയത്ത് നമുക്കുണ്ടായ ആ കോൺസ്റ്റന്റിനാണ്.
അതൊരു ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് ഉണ്ടാവുക ഞാൻ പറഞ്ഞു. അതിനെ ഞാൻ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് യൂസ് ചെയ്തിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കിയാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആ സെഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ടില്ല, ഒരു ഫോം അവിടെ ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് അതിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അതിനെ റിമൂവ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ശരിക്ക്? ആ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തതിനെ റിമൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? എന്താ ചെയ്യേണ്ടത് പറയടോ? ആരുമില്ലേ? ഇന്റഗ്രേഷൻ ചെയ്യാം വിത്ത് റെസ്പെക്ട് ആ വിത്ത് റെസ്പെക്ട് ടു ഏത് വെച്ചിട്ടാ? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്? ആ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സെഡ് ആയിട്ട് മാറും. പിന്നെ ആ ഒരു റൂള് ഇപ്പം റൈറ്റ് സൈഡിലേക്ക് മാറുന്ന കേസിൽ എന്താ സംഭവിക്കാം? അവിടെ എന്തുണ്ട്? വൈ ക്യൂബ് ബൈ 3 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അത് അങ്ങനെ അവിടെ വെക്കാം. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഒരു എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കേസിൽ അതെന്തായി മാറും? x² 2 ആയി മാറും. പിന്നെയോ നോക്കിയാട്ടെ, ഒരു എഫ് ഓഫ് എക്സിൻ്റെ ടേം കാണുന്നുണ്ട്. അപ്പം അത് ഏതോ ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്തായാലും വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻ്റഗ്രൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അതിനെ ജസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ നൊട്ടേഷൻ വെച്ചിട്ട് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ എഴുതി വെച്ചു. പിന്നെയോ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്? ഇപ്പം ഇൻ്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്താ കിട്ടുക എന്നാണ് ഞാൻ പറഞ്ഞത്? സം ഫങ്ഷൻ ഓഫ് വൈ ആ കിട്ടുക. അപ്പോൾ ഞാനതിനെ ഒരു ജി ഓഫ് വൈ എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റൻറ്റിനെയും കൂടി എഴുതി. ഇപ്പോൾ ശരിക്കും എന്താ എനിക്ക് കിട്ടിയത്? സെഡ് ഇസ് ഈക്വൽ ടു x² 2 ഇൻറ്റു വൈ ക്യൂബ് ബൈ 3 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ജി ഓഫ് വൈ എന്ന് പറയുന്ന ടേം കിട്ടി. ഇനി നമ്മൾ നോക്കിയട്ടെ, ആ സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നവരെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പം കാണുമ്പോൾ എന്താ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് വൈഡായിട്ടേ ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ യു എന്ന് പറഞ്ഞിട്ട് ആ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സിനെയും കൊടുത്തു. ജി ഓഫ് വൈ എന്ന് പറയുന്നത് സം വി ആയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്ത് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി എഴുതി. അതായത് എന്ത് കിട്ടി? സെറ്റ് ഇസ് ഈക്വൽ ടു x² വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ ആ 2ഉം 3ഉം കൂടി എന്തായി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6y പ്ലസ് യു പ്ലസ് വി യു ആയി. ഈ ക്വസ്റ്റ്യനിൽ ആയിരിക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല അല്ലേ? പിന്നെ ഇല്ലേ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്സുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടാത്തതെല്ലാം എന്നോട് വാട്സപ്പിലേക്ക് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കിട്ടിയ കറക്റ്റ് ആൻസർ ഉണ്ടാവില്ലേ, ആ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോട്ടോ എടുത്തിട്ട് എൻ്റെ മെയിലിൽ അറ്റാച്ച് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സിനോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും മാർക്ക് നിങ്ങളെ അന്നന്ന് അസസ്മെന്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടില്ലേ? ഓരോ ഓൺലൈൻ ക്ലാസ്സും അസസ്മെന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കേസിൽ നിങ്ങൾക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും കറക്റ്റായിട്ട് അവനവന് ചെയ്തിട്ട് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് അത് ഞാൻ എൻ്റെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം, അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിടണം. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യൂലേ? നിങ്ങൾ ടൈം എടുത്തോ, കുഴപ്പമില്ല. ഈ ഒരു വീക്കിൽ ചെയ്യുന്ന ഹോംവർക്കുകൾ അടുത്ത ആ ഒരു ഞായറാഴ്ച അങ്ങനെ ആകുമ്പോഴേക്ക് ചെയ്തിട്ടാൽ മതി. എന്തായാലും മനസ്സിലാക്കിയിട്ട് ചെയ്യണം. വേറെ ആളെ നോക്കിയിട്ട് കോപ്പി അടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതിലൊരു ബോധത്തോടെ തന്നെ നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഇതാ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ നിങ്ങൾ. സോൾവ് ഡോ ക്യൂബ് സെറ്റ് ഡിവൈഡഡ് ബൈ ഡോ² എക്സ് ഇൻറ്റു ഡോ വൈ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 2x പ്ലസ് 3y. ഇതാണ് എന്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? സെഡിന പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഒരു തവണയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആ
മൂന്ന് ടേംസിനെയും റിമൂവ് ചെയ്യാൻ ഞാൻ എന്തെല്ലാം സ്റ്റെപ്സാ യൂസ് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ. അശ്വിൻ പറഞ്ഞ എന്തൊക്കെ സ്റ്റെപ്സാ ഞാൻ യൂസ് ചെയ്യേണ്ടത്? ഈ ഡോ ക്യൂബ് സെഡ് ഡിവൈഡഡ് ബൈ ഡോ സ്ക്വയർ എക്സ് ഇൻറ്റു ഡോ വൈനെ മാറ്റിയിട്ട് സെഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് ഞാൻ യൂസ് ചെയ്യണം? ഡിവിഷൻ ഡിവൈഡ് ചെയ്ത് ഓ ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി പറയും. എന്താ ചെയ്യണ്ടേ? ആയിരിക്കും അറിയെങ്കിൽ പറഞ്ഞാട്ടെ, അവനൊന്ന് ഹെൽപ്പ് ചെയ്താ ആരെങ്കിലും. പറയ്. അഞ്ജന പറഞ്ഞ എന്തെല്ലാം സ്റ്റെപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടേംസിനെ മാറ്റിയിട്ട് സെഡ് ആക്കാൻ പറ്റും? ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് ആ പ്രാവശ്യം, രണ്ട് ഇന്റഗ്രേറ്റ് പ്രാവശ്യം, ആ വൈ റെസ്പെക്ട് ഒരു ടു പ്രാവശ്യം. ഒരു പ്രാവശ്യം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ, ഞാൻ ആദ്യം ഒന്നാമത്തെ ഇക്വേഷനാ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പോൾ എന്താ മാറുക? അവിടെയുള്ള ഒരു ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് അങ്ങ് റീപ്ലേസ് ചെയ്ത് പോയിട്ട് എന്താവും അവിടെ? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആകും അല്ലേ? അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്തും ചെയ്യണം, റൈറ്റ് സൈഡും അത് വെച്ചിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയട്ടെ. ഇപ്പം സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? ആരാ പറഞ്ഞുതരാ? സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്? പറയടോ. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. മൈനസ് കോസ് എക്സ് ആണോ? അത് ഡെറിവേറ്റീവിന്റെ അകത്തല്ലേ വരുന്നത്? കോസ് എക്സ് സോറി, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താ വരുന്നത്? സൈൻ എക്സ്. സൈൻ എക്സ്. അപ്പം ഇന്റഗ്രൽ ഓഫ് കോസ് 2x എന്താ ആവുക? ഇന്റഗ്രൽ ഓഫ് കോസ് 2x എന്താ ആവുക? ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞത് സൈൻ എക്സ് ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് കോസ് 2x എന്ന് പറഞ്ഞ എന്താ ആവുക? sin 2x divided by 2. സൈൻ 2x ബൈ 2. സൈൻ 2x/2. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാട്ടെ, ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ എന്താ? സൈൻ ഓഫ് 2x പ്ലസ് 3y എന്ന് പറയുന്ന ടേം, സോറി, കോസ് ഓഫ് 2x പ്ലസ് 3y എന്ന് പറയുന്ന ടേം ഉള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഞാൻ ഒന്ന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താകും? സൈൻ ആകും. സൈൻ ഓഫ് ആ ഫംഗ്ഷൻ, ആ ഉള്ളിലത്തെ ഫംഗ്ഷൻ അങ്ങനെ എഴുതുക. അപ്പം സൈൻ ഓഫ് 2x പ്ലസ് 3y. പിന്നെയോ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സിൻ്റെ ടേം കാണാൻ പറ്റൂ അല്ലേ? അതായത് 2x പ്ലസ് 3y. അതിനെ നമ്മൾ ഇപ്പം കോസ് 2x എന്ന് പറയുന്നത് എന്താ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? സൈൻ 2x ഡിവൈഡഡ് ബൈ 2 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താകും? ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ 2x പ്ലസ് 3y എന്ന് പറയുന്ന ടേമിന് എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ആ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ കിട്ടുന്ന ഡെറിവേറ്റീവിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതുക ചെയ്യാം. ഇവിടെ ആ ഒരു ബ്രാക്കറ്റിനുള്ളിൽ 2x പ്ലസ് 3y ആ ഉള്ളത്. അപ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2നെ ഞാൻ എന്ത് ചെയ്യും? സൈൻ 2x പ്ലസ് 3y ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും. അതിനെ ഞാൻ ജസ്റ്റ് ഇൻറ്റു 1/2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെയോ 3yനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന കേസിൽ അത് 0 ആയി പോകും. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ഒന്നും മാറ്റം സംഭവിക്കുന്നില്ല. അപ്പം 3yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 വരും. അപ്പോൾ 2 പ്ലസ് 0 എന്ന് പറയുന്നത് എന്താ? അതൊരു 1/2 ആയിട്ട് അങ്ങനെ തന്നെ എഴുതാം. പിന്നെയോ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായത്? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്കൊരു കോൺസ്റ്റന്റ് എന്താ കിട്ടിയത്? സം ഫംഗ്ഷൻ ഓഫ് വൈ. അതിന് ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് വൈ വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു സൈൻ 2x പ്ലസ് 3y ഇൻറ്റു 1/2 പ്ലസ് എഫ് ഓഫ് വൈ.
ആ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എനിക്ക് എന്തും കൂടി റിമൂവ് ചെയ്യാനുണ്ട്? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുണ്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കേസിൽ എനിക്ക് അവിടെ ഇല്ല ആ ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ് അങ്ങ് റിമൂവ് ആയി പോകും. അപ്പം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ വരും. പിന്നെ സൈൻ 2x പ്ലസ് 3y ബൈ 2 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കിട്ടും. എങ്ങനെയാണ് കിട്ടുക? നേരത്തെ ചെയ്ത പോലെ തന്നെ സൈൻ 2x പ്ലസ് 3yൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് 2x പ്ലസ് 3y വരും. പിന്നെ ഇൻറ്റു സം 1/2 ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ആ ബ്രാക്കറ്റിനുള്ളിലത്തെ 2x പ്ലസ് 3yന് ചെയ്യുമ്പം ഒരു 1/2 കൂടി വരും. പിന്നെ നോക്കിയാട്ടെ നിങ്ങൾ, മുകളിലൊരു ഫങ്ഷൻ ഓഫ് y ആ ഉള്ളത്. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ആ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞ് എന്തായിട്ടാണ് ശരിക്കും ആക്ട് ചെയ്യുക? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം എനിക്കവിടെ ഒരു വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരും? ഒരു ഇൻറ്റഗ്രൽ എന്തായാലും വരും. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പം ഒരു സം ഫംഗ്ഷൻ അവിടെ കിട്ടും. അപ്പം അങ്ങനെ കിട്ടുന്ന കേസ് എങ്ങനെയാണ്? ഞാൻ അവിടെ ഒരു ഇൻറ്റഗ്രലിൻ്റെ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി എക്സ് എന്ന് പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടും? ഒരു ഫങ്ഷൻ ഓഫ് വൈ കൂടി അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട്. അതിനെ ഞാൻ ജി ഓഫ് വൈ എന്നും വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ഈ രണ്ട് സ്റ്റെപ്പ് ആ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഡിഫറൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ഡൊമിനിക്കിന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇന്റഗ്രലിന് മുമ്പ് അവിടെ ഒരു എക്സ് കാണുന്നത് എവിടെ? അത് ഞാൻ ക്യാൻസൽ ചെയ്ത് പോയി. ക്യാൻസൽ ചെയ്തില്ല ഇവിടെ. ഇല്ല അതില്ല. അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് ആ എക്സ് വരും. അത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്ന് വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് മാറ്റിയതാ. ഇപ്പൊ അവിടെ എക്സിന്റെ ടേം ഇല്ല. ഈ പറഞ്ഞവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ആ ഓക്കെ. ഇനി നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡോ സെറ്റ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും വരും. പിന്നെയോ ഒരു 1/2 ഉണ്ട്, രണ്ട് 1/2 പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്. അതിന് നമ്മൾ ചേർത്തിട്ട് എന്ത് എഴുതുക? -1/4 എന്ന് എഴുതുക. പിന്നെയോ ആ കോസ് 2x പ്ലസ് 3yനെ ഡയറക്റ്റ് ആയിട്ട് താഴെ അതുപോലെ തന്നെ എടുത്തെഴുതുക. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്താ? ഇപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഞാനൊരു കോൺസ്റ്റന്റ്, അതായത് 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ അതിന്റെ ആൻസർ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് 2 എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രൽ ഓഫ് 2x. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നോക്കിയാട്ടെ, ആ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം ആ എഫ് ഓഫ് വൈനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് താഴെ എടുത്ത് എഴുതി. പിന്നെ ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറയുന്ന ഫോമിലല്ലേ വരിക അത്? അല്ലേ? അപ്പം ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ മൂന്നാമത്തെ ഇക്വേഷൻ്റെ അകത്ത് എഫ് ഓഫ് വൈൻ്റെ കൂടെ എക്സ് എഴുതിയിട്ടുള്ളത്. അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാ ആ ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി എക്സ് മാറിയിട്ട് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് വന്നത് മനസ്സിലായിട്ടില്ലേ? കാരണം എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് താഴെ എടുത്ത് എഴുതി. പിന്നെ ബാക്കി അവിടെ വരിക ഇൻറ്റഗ്രൽ 1 dx ആണ്. 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്തായി മാറുക അത്? എക്സ് ആയിട്ട് മാറുക. അപ്പം ആ എക്സിനെ ഞാൻ താഴത്തേക്ക് എഴുതി കൊടുത്തു. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ അത്? ആ ഓക്കെ. ഇനി നേരത്തെ ആ ജി ഓഫ് വൈനെയും കൂടി എന്ത് ചെയ്ത് താഴെ അങ്ങനെ എഴുതി കൊടുത്തു. അപ്പം മൂന്നാമത്തെ ഇക്വേഷൻ ഇപ്പം എനിക്ക് എന്താ കിട്ടിയത്? ഡോ സെറ്റ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു -1/4 ഇൻറ്റു കോസ് 2x പ്ലസ് 3y പ്ലസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ എന്ന് മറ്റ് കിട്ടി. ഇനി നോക്കിയാട്ടെ നിങ്ങൾ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? ഡോ സെറ്റ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ഒരു ടേമാണ് ഉള്ളത്. അതിന് എനിക്ക് റിമൂവ് ചെയ്തിട്ട് വെറും സെഡ് മാത്രമാക്കി മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്
z ആയിട്ട് മാറും. പിന്നെയോ ആ -1/4 അതുപോലെ തന്നെ അങ്ങ് എടുത്തെഴുതുക. കാരണം എന്താ, കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1/4 അങ്ങനെ അവിടെ വരും. പിന്നെയോ ആ 2x+3y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, കോസിന്റെ ഡെറിവേറ്റീവ് സൈനാ നമുക്കറിയാം, സൈൻ 2x+3y വരും. പിന്നെ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ 2x+3y നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക ചെയ്യുക. ആ ഡെറിവേറ്റീവ് എടുക്കുന്ന കേസിൽ നമുക്ക് 3 കിട്ടുക. അപ്പൊ ഇന്റഗ്രേഷന്റെ കേസിൽ അങ്ങനെ കിട്ടുന്ന ഡെറിവേറ്റീവിനെ നമ്മൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതുക ചെയ്യാം. അപ്പൊ ഇവിടെ എനിക്ക് cos 2x+3y ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഓഫ് 2x+3y ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇനി മുകളിൽ നോക്കിയാട്ടെ നിങ്ങൾ, മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ x ഇൻറ്റു എഫ് ഓഫ് വൈ ആ ഉള്ളത്. അവിടെ എന്തുണ്ട്, ഒരു വൈൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഒരു ഇൻറ്റഗ്രൻ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇൻറ്റഗ്രലിൻ്റെ നൊട്ടേഷൻ അവിടെ ഇട്ട് കൊടുത്തു. അപ്പം ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈന്ന് കിട്ടി. ഇനി ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സം ഫംഗ്ഷൻ ഓഫ് വൈ തന്നെയാണ്. അപ്പം അതിനും എന്ത് കിട്ടും, ഒരു ഇൻറ്റഗ്രൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റഗ്രൽ ജി ഓഫ് വൈ ഡി വൈ എന്ന് എഴുതി. അതിനുശേഷം ഞാൻ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടും, സം കോൺസ്റ്റന്റിന് എന്തായിട്ട് കിട്ടും, എഫ് ഓഫ് എക്സിൻ്റെ ഒരു ടേമായിട്ട് കിട്ടും. അതായത് ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ ടേമായിട്ട് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടും. അത് ഞാൻ എഫ് ഓഫ് എക്സ് വെച്ചിട്ടും നൊട്ടേറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. z ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ -1/4 ഉണ്ട്, സൈൻ 2x+3y ഡിവൈഡഡ് ബൈ 3 ഉള്ളത് കൊണ്ട് ആ 4ഉം 3യും കൂടി എന്താവും 12 മാറും. പിന്നെ മുകളിലത്തെ ടേം അങ്ങനെ എടുത്തെഴുതുക, സൈൻ 2x+3y പ്ലസ് പിന്നെ എക്സ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ആ ഒരു ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് ഇട്ട്. കാരണം എന്താ, വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കേസിൽ എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്തിട്ടു. പിന്നെ ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈനെ അങ്ങനെ അവിടെ എഴുതി, ബാക്കി ടേംസ് അങ്ങനെ തന്നെ എടുത്തെഴുതി. എന്ന് ഞാൻ പറഞ്ഞു, എന്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ആൻസറിൻ്റെ അകത്ത് വലിയൊരു ലെങ്തി ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക ചെയ്യുന്നതിന്, യു വി എന്നും പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ്റെ അകത്തിലെ രണ്ട് ഇൻ്റഗ്രലിനെ മാറ്റി എഴുതിയിട്ട് യുവിൻ്റെയും വിൻ്റെയും ടേമിലേക്ക് മാറ്റുന്ന. എന്തേ ചെയ്യുന്നില്ലു, ജസ്റ്റ് യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ എന്നും കൊടുത്ത് വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഓഫ് വൈ ഡി വൈ എന്നും കൊടുത്ത്. അപ്പം എനിക്ക് എന്താ കിട്ടിയത്, സെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 2x+3y ഡിവൈഡഡ് ബൈ 12 പ്ലസ് എക്സ് ഇൻറ്റു യു പ്ലസ് വി പ്ലസ് എഫ് ഓഫ് എക്സ്. നിങ്ങൾക്ക് ആ എഫ് ഓഫ് എക്സിനും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു നൊട്ടേഷൻ കൊടുത്തിട്ട് ഇപ്പം യു വി ഡബ്ല്യു എന്ന് കൊടുത്തിട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൊല്യൂഷൻ്റെ അകത്ത് ഡബ്ല്യു കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ സെറ്റ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടി, ഈ ഒരു ആൻസർ കിട്ടി. ഇതാണ് എന്ത്, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്ന ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ചോദിച്ചോളെ, ഇപ്പൊ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? ആരും എന്താടോ റെസ്പോണ്ട് ചെയ്യാത്തെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ആ ഓക്കെ, മനസ്സിലാവാണ്ടുണ്ടോ ഈ പറഞ്ഞത്? ഇല്ല അല്ലേ? ഓക്കെ. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നോക്കേണ്ടത്. അപ്പം അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് മെത്തേഡ് ഫോർ സോൾവിങ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ജനറൽ സൊല്യൂഷന്റെ കുറെ പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത് അന്നേരം ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്
നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ജനറൽ സൊല്യൂഷൻ ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് തരുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സം പി ഓഫ് എക്സ് വൈ സെഡ് പി പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ക്യൂ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫോമില ഉണ്ടാവുക. അവിടെ ആ പിയും ക്യൂവും ആറും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ആയിരിക്കും. അതായത് ഇപ്പം ഇ റേസ് ടു എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യും, ഇ റേസ് ടു എക്സ് എന്ന് വരും, പിന്നെയും ഇന്റഗ്രേറ്റ് ചെയ്യും, ഇ റേസ് ടു എക്സ് എന്ന് വരും. അതേപോലെ തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരിക, ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ്. അപ്പം അങ്ങനെയുള്ള ടേംസുകളാണ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ ആ ബോക്സിൽ ഇട്ടിട്ടുള്ള ആ ഒരു ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര വലിയൊരു എന്താ പറയാ ഇക്വേഷൻ ഒന്നും അല്ലല്ലോ ആ ബോക്സിന്റെ അകത്തുള്ളത്. നോക്കിയാട്ടെ, ഡി എക്സ് ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് വൈ സെഡ് പിന്നെ ഈക്വൽ ടു ഡി വൈ ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എക്സ് വൈ സെഡ്. അപ്പം ഇങ്ങനെയുള്ള 3 ടേംസിനെ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു C1 ഉം C2 ഉം കിട്ടും. ആ C1നെയും C2നെയും സം എഫ് ഓഫ് എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ ഞാൻ. ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ നിങ്ങൾ. സോൾവ് എക്സ് പി പ്ലസ് വൈ ക്യൂ ഈസ് ഈക്വൽ ടു സെഡ്. പിന്റെ കൂടെ എന്താണോ വരുന്നത് അതാണ് പി ഓഫ് എക്സ് വൈ സെഡ്. പിന്നെയോ ക്യൂവിന്റെ കൂടെ, അതായത് സ്മോൾ ലെറ്റർ ക്യൂവിന്റെ കൂടെ എന്താണോ വരുന്നത് അതാണ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ്. അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത്, ആർ ഓഫ് എക്സ് വൈ സെഡും. ഇതാ നോക്ക് നിങ്ങൾ, ആ ഒരു ഇക്വേഷൻ കണ്ട ഏറ്റവും മുകളിലത്തെ പി ഓഫ് എക്സ് വൈ സെഡ് പി, അതായത് പിന്റെ കൂടെ എന്താണോ വരുന്നത് അതാണ് പി ഓഫ് എക്സ് വൈ സെഡ്. സ്മോൾ ലെറ്റർ ക്യൂവിന്റെ കൂടെ എന്താണോ വരുന്നത് അതാണ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ്. പിന്നെ ഇസ് ഈക്വൽ ടു ആ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് ആർ ഓഫ് എക്സ് വൈ സെഡ്. അപ്പൊ നമ്മൾ തന്ന ക്വസ്റ്റിൻ്റെ അകത്ത് ഈ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും എന്താന്ന് ആദ്യം തന്നെ എടുത്തെഴുതാം. ഇവിടെ നോക്കിയാ പി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, പി ഓഫ് എക്സ് വൈ സെഡും ക്യൂ ഓഫ് എക്സ് വൈ സെഡ് അല്ലോ. പി ഓഫ് എക്സ് വൈ സെഡ് എക്സ്, ക്യൂ ഓഫ് എക്സ് വൈ സെഡോ വൈ വൈ വരും. പിന്നെ ആർ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് സെഡും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഓക്സിലറി ഇക്വേഷൻ അങ്ങനെ എടുത്തെഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ആ ഓക്സിലറി ഇക്വേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന്. അപ്പൊ ആ ഓക്സിലറി ഇക്വേഷൻ ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, താഴെ എടുത്തെഴുതി. അപ്പം അതിൻ്റെ അകത്ത് ഡി എക്സ് ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് വൈ സെഡ് ആണ് ആദ്യം വരുന്നത്. അപ്പം പി ഓഫ് എക്സ് വൈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ ആ ഡി എക്സിൻ്റെ അടിയിൽ എഴുതി കൊടുത്തു. അതാണ് ഇവിടെ എക്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഈക്വൽ ടു പിന്നെ ഡി വൈയുടെ അടിയിൽ വരുന്നത് എന്താ, ക്യൂ ഓഫ് എക്സ് വൈ സെറ്റിൻ്റെ ടേം ആണ്. അത് എന്ന് പറയുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ്, വൈ ആണ്. അതുകൊണ്ട് ഞാൻ ആ ഡി വൈൻ്റെ അടിയിൽ വൈന്ന് എഴുതി കൊടുത്തു. പിന്നെ ഡി സെഡ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എക്സ് വൈ സെഡ് ആണ്. ഇവിടെ ആർ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താ, സെഡ് ആണ്. അപ്പം ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് എന്ന് എടുത്തു. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലഗ്രാഞ്ചസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായ മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ സെഡ് എന്ന് പറഞ്ഞ ഈ 3 ടേംസിലെ ഏതെങ്കിലും 2 ടേമിനെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ പറ്റണം എന്നില്ല. ഏതെങ്കിലും രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് ആദ്യത്തെ 2 ടേംസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ടേമിനോട് ഇട്ട് കൊടുക്കേണ്ടി എല്ലാം വരും. ഇവിടെ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആദ്യത്തെ 2 ടേം, അതായത് ഈ ഓക്സിലറി ഇക്വേഷൻ്റെ അകത്തെ ആദ്യത്തെ 2 ടേം ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഡി സെഡ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യാം നോക്കിയാട്ടെ നിങ്ങൾ. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഡി എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എന്താ, അതിനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് സൈഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്ത് വെച്ചിട്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കാരണം ഡി എക്സ് എന്ന് പറയുന്ന ഫോമല്ലേ അവിടെ വരുന്നത്. അതായത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോം എന്തരാവും,
ലെഫ്റ്റ് സൈഡിലാകും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എന്താ അവിടെ ആകും, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് വൈ ഡി വൈ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. അപ്പം നിങ്ങൾ ഇൻ്റഗ്രൽ കൊടുത്തു നോക്കിയാട്ടെ, ഞാൻ ഇത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, ലോഗ് എക്സ് ആണെന്നറിയാം അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ ഇൻ്റഗ്രൽ 1/x ഡി എക്സ് എന്ന് പറയുന്ന ലോഗ് എക്സ് ആണ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ലെഫ്റ്റ് സൈഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലോഗ് എക്സും കിട്ടി. റൈറ്റ് സൈഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത സമയത്ത് എന്ത് കിട്ടി, ലോഗ് വൈയും കിട്ടി. അപ്പം അതിന് ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതാം. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിന്, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ടേം എന്തായാലും അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഈ ഒരു കേസിൽ എനിക്ക് എന്താ രണ്ട് ടേം, അതായത് ഇപ്പുറത്ത് ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഒരു ഭാഗത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ആ കോൺസ്റ്റൻറ്റിനെ പ്രത്യേകം ഫങ്ഷൻസ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനിയുള്ള കേസിൽ. പക്ഷേങ്കിൽ സോൾവബിൾ ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് നമ്മൾ എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അവിടെ കിട്ടേണ്ടത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫങ്ഷൻ ഓഫ് വൈ ആയിരിക്കണം. അതുപോലെ തന്നെ വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഫങ്ഷൻ ഓഫ് എക്സ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു കോൺസ്റ്റൻറ്റിനെ വെറും സിയോ C1 C2 അങ്ങനെ എന്തെങ്കിലും പറ്റി നൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവുമെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പം ഇനി നോക്കിയാട്ടെ, നിങ്ങൾ ആ ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് വൈ പ്ലസ് സി എന്ന് പറയുന്ന ടേമായി ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആ ലോഗ് വൈനെ ഞാൻ എന്ത് ചെയ്ത് ലെഫ്റ്റ് സൈഡിലത്തേക്ക് മാറ്റുമ്പം മൈനസ് ലോഗ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഫോമിലേക്ക് വരുമല്ലോ. ഇനി നമുക്ക് എന്താ പറയുക, ഈ ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്താണ്, ആർക്കെങ്കിലും അറിയാവോ? ലോഗ് എക്സ് മൈനസ് ലോഗ് വൈനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എങ്ങനെയാ മാറ്റി എഴുതാ, ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടെ. X by y അതാ. ഓക്കെ, ലോഗ് എക്സ് ബൈ വൈ, ലോഗ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്താവും, ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. ആ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ അങ്ങനെ ഇടും. ഇനി നമ്മൾ ഈ രണ്ട് ഭാഗത്തും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് ഇ എന്ന് പറയുന്നത്, അത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്തറിയാം, ലോഗ് ഇ എന്നൊക്കെ പറയുന്നത് എന്താണ്, 1 ആണെന്നറിയാം. അപ്പം ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ ഒരു സൈഡ് എന്ന് പറയുന്നത്, അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു ലോഗ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്ന ഫോമുല വരിക. അപ്പം ഇയും ലോഗും ചേരുമ്പോൾ അതെന്താവും, ക്യാൻസൽ ചെയ്തിട്ട് അത് 1 ആയി മാറും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതല്ലേ അല്ലേ, ലോഗ് അപ്പം അറിയുന്നതാണ്. അപ്പം ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആകും. പിന്നെ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താവുക, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സം ഇ റേസ് ടു സി ആവുക ചെയ്യാം. അത് നമ്മൾ ജസ്റ്റ് എക്സ്പൊണൻഷ്യൽ ടേം എടുക്കുമ്പം ഇ റേസ് ടു ലോഗ് എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സി എന്ന് വരും. ആ ഇ റേസ് ടു ലോഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, 1 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താവും, എക്സ് ഡിവൈഡഡ് ബൈ വൈ ആകും ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സി ആകും. ആ ഇ റേസ് ടു സീനെ എന്ത് ചെയ്യാം, ഞാൻ ഒരു പുതിയൊരു കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്ന രീതിയിൽ C1 എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ C1 എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്നത് എന്തായി, ഈക്വൽ ടു C1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. ആ C1 നമ്മൾ സം യു ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുക. അതാണ് നമുക്ക് ഒന്നാമത് കിട്ടിയ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഈ മുകളിലത്തെ ആ ഓക്സിലറി ഇക്വേഷന്റെ 2ഉം 3ഉം ടേംസിനെ കമ്പയർ ചെയ്യാം. എന്താ രണ്ടാമത്തെ ടേം, ഡി വൈ ബൈ സെഡ് ഈക്വൽ ടു ഡി സെഡ് ബൈ സെഡ്. അപ്പോൾ അതിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക, ശരിക്ക് ഇപ്പം ഞാൻ ചെയ്ത അതേ മെത്തേഡ് ഇപ്പോൾ ഇവിടെയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റൈറ്റ് സൈഡിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ലോഗ് വൈയും കിട്ടും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ലോഗ് സെഡും കിട്ടും, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേമും കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലോഗ് സെന്റിനെ എന്ത് ചെയ്യാം, ഞാൻ ആ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം നെഗറ്റീവ് ഓഫ് ലോഗ് സെഡ് എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. ഇനി നിങ്ങൾക്കറിയാം ലോഗ് വൈ മൈനസ് ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് വൈ ബൈ സെഡ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും.
ഇനി ഞാൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു ലോഗ് എന്ന് പറയുന്നത് അത് 1 ആയിട്ട് പോകും. പിന്നെ വൈ ബൈ സെഡ് നേരം ലെഫ്റ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിൽ ഇ റേസ് ടു സി എന്ന് വരും. ആ ഇ റേസ് ടു സീനെ ഞാൻ എന്ത് ചെയ്ത് ഒരു പുതിയ C2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റന്റിന്റെ പേര് കൊടുത്തിട്ട് നൊട്ടേറ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ ബൈ സെഡ് ഇസ് ഈക്വൽ ടു C2 എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് കിട്ടി. അതിന് ഞാൻ എന്താ ചെയ്തത്? വി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പേരിലതിനെ വൈ ബൈ സെഡിനെ എന്ത് ചെയ്ത് എടുത്തെഴുതി വെച്ച്. അപ്പോൾ നമുക്കിപ്പം ഇക്വേഷൻ 1 എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണെന്നും കിട്ടി. പിന്നെയോ വി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് വൈ ബൈ സെഡ് ആണെന്നും കിട്ടി. ഇനി എന്തേ ചെയ്യണ്ടു? സം എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ രണ്ട് ഫംഗ്ഷനും എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് എഴുതിയിട്ട് സം ഈക്വൽ ടു 0 എന്നങ്ങ് കൊടുത്താൽ മതി. അപ്പം ഈ കിട്ടുന്നത് എന്ത്? നമുക്കിപ്പോൾ തന്ന ആ ഒരു ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ വൈ കോമ വൈ ബൈ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാ ഇപ്പം ചെയ്ത പ്രോബ്ലത്തിൻ്റെ അകത്ത്? നമുക്ക് നാളെയും ഇതേ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാ? കൺഫ്യൂഷൻ ഉണ്ടാ? ആദ്യം തന്നെ കേൾക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം തോന്നുമായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വെറും സിമ്പിളായിട്ടുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇല്ല അല്ലേ? ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെടുത്ത പാഠങ്ങളും കൂടി നോട്ട്സിൻ്റെ അകത്ത് എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. തരുന്ന ഹോംവർക്സുകൾ അപ്പം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അന്ന് തന്നെ ചെയ്തിട്ട് എന്തെങ്കിലും എറേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ഓരോരോ വീക്ക് കഴിയുന്നതിനെ ആ ഒരു ഞായറാഴ്ച വരൂലേ, ആ ഒരു ഞായറാഴ്ച ആകുമ്പോഴേക്ക് എല്ലാ ഹോംവർക്ക് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതിയിട്ട് ആ ഒരു വീക്കിൽ തരുന്ന എല്ലാ ഹോംവർക്ക് ക്വസ്റ്റ്യനും എഴുതിയിട്ട് അത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾ ഇപ്പം ആൻസർ കിട്ടുന്ന ഹോംവർക്ക്